സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലല്ല ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറേ നേരമായിട്ട് ഞാൻ ഹായ് ബൈ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കുറേ നേരം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമയം പോകുന്ന അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും നടക്കില്ല. സോ മൂവിങ് ഓൺ ടു ദ വീഡിയോ, നമ്മൾ when I started this YouTube channel 1 year back, what I was expecting me to do is more of things that inspire others. I mean, more of things that based on my experiences, അങ്ങനത്തെ kind of things I want to do, so that എന്താണ് അറ്റ്ലീസ്റ്റ് സംവൺ ആർക്കെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആകും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നു വെൻ ഐ സ്റ്റാർട്ടഡ് ദിസ് യൂട്യൂബ് ചാനൽ. ദാറ്റ് വാസ് മൈ മോട്ടീവ്. ബട്ട് ദ തിങ് ഇസ്, നൗ ഐ ആം ഡൂയിങ് മോർ ഓഫ് ദിസ് എന്താ ഡെയിലി വ്ലോഗ്സ്, day in my life, all those things. So I thought of making a video where I'll be talking something based on my experience. So I hope this will be useful for you also. Moving on to the video, the thing which I want to share is about self-love and how I started embracing my strengths and weakness, all those things. Basically, I was a person who had zero knowledge about self-love. Trust me. ഒരു കാര്യം എനിക്ക് എന്താണ് സെൽഫ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അവിടെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടായിരുന്നു. എനിക്കിപ്പോൾ സെൽഫ് ലവ് കേൾക്കുമ്പോൾ ആ ഒരു വാക്ക് എനിക്കറിയില്ലായിരിക്കും. ചിലപ്പോൾ ലവ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഐ മേ ബി തിങ്കിങ് അബൌട്ട് ദ റൊമാൻറ്റിക് റിലേഷൻഷിപ്സ്. ഐ ടോട്ടലി ഇഗ്നോർ ദാറ്റ് ടേം കോൾഡ് സെൽഫ്. ഹൗ ക്യാൻ ബി ലവ് അവർ സെൽസ്? അങ്ങനെയൊക്കെ പറ്റുമോ? ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്ക്. ദെൻ അറ്റ് സം പോയിന്റ് ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് വലുതായി വരുന്നതിനനുസരിച്ച് കുറേ ഫ്രണ്ട്സ് അങ്ങനത്തെ ലൈക്ക് വേറെ കുറേ നമ്മൾ റിലേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന ടൈമിൽ ഐ വാസ് ലൈക്ക്, ഇപ്പോൾ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബർത്ത്ഡേ ഒക്കെ വരുവാണെങ്കിൽ ഐ എം എക്സ്പെക്ടിങ് മൈ ഫ്രണ്ട് ടു ബൈ മീ ഗിഫ്റ്റ്. ദെൻ ഇപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ഐ ആം എക്സ്പെക്ടിങ് സംവൺ ടു കം വിത്ത് മീ. ആൻഡ് ഇഫ് സം എക്സാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ അടിപൊളിയായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ആം എക്സ്പെക്ടിങ് ദ അതർ പേഴ്സൺ ടു അപ്രിഷിയേറ്റ് മീ ലൈക്ക് ദാറ്റ്. അപ്പം അങ്ങനെ കുറേ സ്റ്റേജസിൽ ഐ ആം ലൈക്ക് എക്സ്പെക്ടിങ് ഫ്രം അതേഴ്സ്. ഞാൻ ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന് ഈ കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാണ്. ദെൻ അപ്പോഴും എന്താ എനിക്ക് മനസ്സിലായിരുന്നില്ല ഇത് എൻ്റെ എക്സ്പെക്റ്റേഷൻസ് ലൈക്ക് കുറേ അങ്ങ് പോകുന്നുണ്ട്, കുറേ കാട് കയറുന്നുണ്ട് എന്നുള്ള കാര്യം ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. അപ്പം ഞാൻ ഓരോന്നും എല്ലായിടത്തു നിന്നും എക്സ്പെക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ എല്ലാവരും അങ്ങനെ ആവണം എന്നില്ലല്ലോ. എനിക്ക് അങ്ങനെ വിചാരിക്കുന്നത് ഇറ്റ്സ് നോട്ട് റൈറ്റ്. I can't expect the other person to be like this or the other person to be like that. അങ്ങനെയൊന്നും നമ്മൾക്ക് വിചാരിക്കാൻ പറ്റില്ലല്ലോ. സോ എൻ്റെ എക്സ്പെക്റ്റേഷൻസ് എല്ലാം ബ്രേക്ക് ആവുന്നതിനനുസരിച്ച് ഐ സ്റ്റാർട്ടഡ് ഹേറ്റിംഗ് മൈ സെൽഫ്. അതായത് ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാണ്ട് വരുമ്പോൾ എല്ലാം ഐ ആം ഹേറ്റിംഗ് മൈ സെൽഫ്. ഞാൻ അവരെ പോലും അത്ര ഹേറ്റ് ചെയ്യുന്നില്ല. അതിന് പകരം ഐ ആം ഹേറ്റിംഗ് മൈ സെൽഫ്. പിന്നെ ഒരിക്കൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഐ ക്യാൻ ഡു ഫോർ മൈ സെൽഫ്. എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു സക്സസ് ഉണ്ടാവുന്ന സമയത്ത് ഐ ക്യാൻ അപ്രിഷിയേറ്റ് മൈ സെൽഫ് ബിക്കോസ് ഐ നോ എന്താണ് ഞാൻ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ഏറ്റവും നല്ലതായിട്ട് മനസ്സിലാവുന്നത് എനിക്കാണ്. സോ ഐ ക്യാൻ അപ്രിഷിയേറ്റ് മൈ സെൽഫ്. അതേപോലെ തന്നെ എനിക്കിപ്പോൾ ഒരു ബർത്ത്ഡേ ആവുന്ന സമയത്ത് എനിക്ക് ഒരു ഗിഫ്റ്റ് എനിക്ക് വേണ്ടി തന്നെ മേടിക്കാൻ പറ്റും അല്ലേ? അത് ആ ഒരു തോട്ട് എനിക്ക് വരാൻ ഇറ്റ് ടുക്ക് കുറേ വർഷങ്ങളെടുത്തു എനിക്ക് അങ്ങനെ ഒരു ഐഡിയ, ഐ മീൻ അങ്ങനെ ഒരു തോട്ട് എൻ്റെ മനസ്സിലോട്ട് വരാൻ തന്നെ. അതുവരെ ഐ കാൺ തിങ്ക് ലൈക്ക് ദാറ്റ്. ഐ വോണ്ട് അതേഴ്സ് ടു ഡു ഓൾ ദിസ് ടു മീ. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയൊക്കെ നടന്നപ്പോഴാണ് എൻ്റെ മൈൻഡിലോട്ട് ഈ സെൽഫ് ലവ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ അങ്ങോട്ട് കയറാൻ തുടങ്ങിയത്. ഐ മീൻ അതുവരെ എനിക്ക് എങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഞാൻ തന്നെ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താൽ അതിന് എന്താ ഒരു രസം? വേറെ ആരെങ്കിലും മേടിച്ചു തരണ്ടേ?
എന്നെ ആൾക്കാരല്ലേ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്, ഞാനാണോ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെയൊക്കെ ചിന്തയായിരുന്നു. അതെല്ലാം അങ്ങ് മാറിക്കിട്ടി. ഉം. അപ്പോ കാരണം നമ്മളെ നമുക്കാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് വേറെ ആർക്കും പറ്റില്ല. സോ അതാണ് നമ്മളുടെ സെൽഫ് ലവ്. അതായത് നമ്മളുടെ സ്ട്രെങ്തും നമ്മളുടെ വീക്ക്നെസ്സും മനസ്സിലാക്കിയിട്ട്, നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളെ ഒന്ന് കൈൻഡായിട്ട് നമ്മളെ ഒന്ന് സ്നേഹിക്കുക. അതാണ് സെൽഫ് ലവ്. മനസ്സിലായോ? പിന്നെ there were stages in my life where എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ലൈക്ക് ഐ ഡോണ്ട് ലൈക്ക് സിറ്റിംഗ് ഓൺ ബെഡ് എവ്രി ടൈം. എനിക്ക് കുറച്ച് ഒരു അവധിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ നല്ല ഇഷ്ടമാണ്. അത് വലിയ ഇന്റർനാഷണൽ ട്രിപ്പൊന്നും അല്ല എനിക്ക് വേണ്ടത്, എനിക്ക് അപ്പുറത്ത് ചായക്കടയിൽ പോയാലും മതി. പക്ഷെ എനിക്ക് എപ്പോഴും ആരെയും കൂട്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. There were moments in my life where I asked my friend and there were no one to come with me. I can't blame them. എപ്പോഴും എൻ്റെ കൂടെ ഞാൻ പറയുന്നിടത്തെല്ലാം വരാൻ ആൾക്കാരൊന്നും കാണത്തില്ല. Then what I did was, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. സോ I started going out. പിന്നെ ഞാൻ പുറത്ത് പോകാൻ തുടങ്ങി. അടുത്തടുത്തുള്ള ലൈക്ക് കടകളിലൊക്കെ പോകുമ്പോൾ ഐ സ്റ്റാർട്ടഡ് ഗോയിങ് എലോൺ. ഇപ്പോൾ ഷോപ്പിംഗ് ആയാൽ തന്നെയും ഞാൻ തന്നെ പോകാൻ തുടങ്ങിയപ്പോൾ അതിലൊരു എൻജോയ്മെന്റ് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റി. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഷോപ്പിംഗ് എടുക്കുവാണെങ്കിൽ എനിക്ക് നല്ല ടൈം വേണം. ഒരു സാധനം നോക്കി എടുത്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഡ്രസ്സാണെങ്കിൽ എൻ്റെ സ്റ്റിച്ച് ഇളകി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ബാഗ് ആണെങ്കിൽ അതിൻ്റെ ലെതറിൽ വല്ലോ സ്ക്രാച്ചോ എന്തെങ്കിലും വീണിട്ടുണ്ടോ, ഇങ്ങനെ 100 കാര്യങ്ങൾ നോക്കും. പൈസ പോകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് 100 കാര്യങ്ങൾ ഞാൻ നോക്കും. അപ്പോൾ അത്രയും നേരം എൻ്റെ കൂടെ വരുന്ന ആൾക്ക് ചിലപ്പോൾ നിൽക്കാൻ പറ്റില്ല. സോ അപ്പോൾ എപ്പോഴും ദെൻ എനിക്ക് ആ ഒരു ഫ്രീഡം കിട്ടുമല്ലോ, ഒരു ടൈം എൻ്റെ സൗകര്യത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാം. ആ ഒരു സംഭവം ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് സ്ലോലി ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് മൈ കമ്പനി. അതായത് ഞാനിങ്ങനെ കടയിലൊക്കെ പോയിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നതും ഷോപ്പ് ചെയ്യുന്നതും എല്ലാം ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ദെൻ അത് കുറച്ചുകൂടെ ആ ഒരു സെൽഫ് ലവ്, ആ ഒരു സംഭവം എൻ്റെ ഒരു കമ്പനി എൻജോയ് ചെയ്യാനുള്ള ഒരു ഇത് കുറച്ചുകൂടി ഡെവലപ്ഡ് ആവാൻ തുടങ്ങി. അങ്ങനെ പയ്യനെ ഗ്രാജുവലി അത് ഡെവലപ്പായി വന്ന ഒരു കാര്യമാണ്. ഐ യൂസ് ടു വാച്ച് ദിസ് യൂട്യൂബ് വ്ളോഗ്സ്. ഞാൻ റാൻഡംലി കുറേ വ്ളോഗ്സ് കാണാറുണ്ട് വെയർ ദിസ് പീപ്പിൾ ആർ എൻജോയിങ് ദിയർ ലൈഫ്, റൊമാൻറ്റിസൈസിങ് എവറി മൊമെന്റ്സ്. അതായത് ഒന്നുമില്ല, പുറത്തു പോയെന്ന് ഫുഡ് കഴിക്കുന്നത് വരെ ദ വേ ദേ ആർ എൻജോയിങ്, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദാറ്റ് ലിവിങ് അലോൺ ഡയറീസ്, ഓൾ ദോസ് തിങ്സ് നോ ഐ യൂസ് ടു വാച്ച്. അങ്ങനെ ഞാൻ ഇപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്ന കാണാൻ. ആൻഡ് ഐ യൂസ് ടു ആസ്ക് ദം ഓൾസോ, അവരുടെ എക്സ്പീരിയൻസ് കേൾക്കാനും ഐ ലൈക്ക് ദാറ്റ്. അപ്പോൾ പയ്യനെ എനിക്ക് എൻ്റെ കമ്പനി എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റേജിലെത്താൻ അതിന് കുറേ നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സും ഉണ്ട്. ഓക്കെ, ഐ ഷുഡ് ടെൽ ദാറ്റ് ഓൾസോ. അതായത് ഓൾ ഓഫ് എ സഡൻ എനിക്ക് എൻ്റെ കൂടെ കറങ്ങാൻ ആരും വരാനില്ല ആൻഡ് സഡൻലി ഐ സ്റ്റാർട്ടഡ് ലവിങ് മൈ സെൽഫ്. അങ്ങനല്ല, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പ്രോസസ്സ് ഉണ്ട് വേർ നമുക്ക് സങ്കടം വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അത് ഞാൻ പറഞ്ഞുതരാം. There are many external and internal factors that can affect your self-love journey. For me, എൻ്റെ കാര്യത്തിൽ the first thing was negative self-talk. For me, ഞാൻ പറഞ്ഞില്ലേ, നെഗറ്റീവ് സെൽഫ് ടോക്ക് ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നോട് സംസാരിക്കുന്ന ഏത് മനുഷ്യനായാലും പറയും, എൻ്റെ പൊന്നെ ഇത്ര നെഗറ്റീവ് ആവല്ലേ. അതെൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ വീട്ടിലുള്ളവരായാലും എൻ്റെ അടുത്ത് പറയണ സ്ഥിരം കാര്യമാണ്, ഇത്ര നെഗറ്റീവ് ആവരുത്. അതിനമ്മ നെഗറ്റിവിറ്റി വാരി വെതറാൻ എന്നെ കൊണ്ട് പറ്റുമായിരുന്നു. അതായത് എനിക്ക് ഒരിക്കലും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരിക്കലും പറ്റില്ലെന്നാ, സത്യമായിട്ടും അത്രമാത്രം നെഗറ്റീവായിരുന്നു. അതായത് ഇപ്പം ഞാൻ എന്ത് ചെയ്താലും എൻ്റെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഫ്ലോപ്പ് ആവുന്ന. ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യം ഫ്ലോപ്പ് ആവും, എന്നെ കൊണ്ട് നല്ലതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ട് ഞാനൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ തീരുമാനിക്കും അത് ശരിയാവില്ല എന്ന്. അങ്ങനത്തെ ഒരു പ്രത്യേക കഴിവ് എനിക്കുണ്ടായിരുന്നു. ബട്ട് ലേറ്റർ അത് ഞാൻ മാറ്റിയെടുത്തു. അതെങ്ങനെ ഞാൻ മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഞാൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ, എൻ്റെ നെഗറ്റീവ് തോട്ട്സിനെ ഞാൻ പോസിറ്റീവായിട്ട് റീഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്, പറയാൻ സിമ്പിളാണ്, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. അതായത് എനിക്ക് വേഗമൊന്നും നടന്ന കാര്യമൊന്നും അല്ലായിരുന്നു. ഞാൻ എൻ്റെ എല്ലാ നെഗറ്റീവ് തോട്ട്സും, ലൈക്ക് ഇപ്പോൾ ഞാൻ എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കും. എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല, യു ക്യാൻ ഡു ഇറ്റ്. ആൻഡ് ദ തിങ് ഇസ് യു ഹാവ് ടു ബി കൈൻഡ് ടു യുവർ സെൽഫ്. അതായത് നമ്മൾക്ക് എന്താണ്, നമ്മളോട് നല്ല എന്താണ് ഒരു മയത്തിലൊക്കെ ഇടപെടുക എന്ന് പറയത്തില്ലേ, അത് നമ്മൾ ചെയ്യണം. നമ്മൾ ഈ ബാക്കിയുള്ളവരോട് പോയിട്ട് മയത്തിൽ ഇടപെട്ടിട്ടല്ല, നമ്മളോടും കൂടെ കുറച്ചൊരു മയത്തിൽ ഇടപെടാൻ നമ്മൾ പഠിക്കണം. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നോട് ലൈക്ക് ഐ വാസ് വെരി കൈൻഡ് ടു മൈ സെൽഫ്. എന്നിട്ടാണ് ഞാൻ എൻ്റെ നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവ് ആക്കിയത്. ഇപ്പോഴും ഞാൻ നെഗറ്റീവ് ലൈക്ക് തോട്ട്സ് വരാറില്ലെന്നല്ല, ഇപ്പോഴും നെഗറ്റീവ് തോട്ട്സ് വരാറില്ലെന്നൊന്നുമല്ല ഞാൻ പറയണത്. പക്ഷേ ഐ വാസ് ലൈക്ക്, ഞാൻ ഭയങ്കര ബെറ്റർ ആയിട്ടുണ്ട്. ബിക്കോസ് ഇങ്ങനെയല്ലായിരുന്നു ഞാൻ. എന്നെ കൊണ്ട് ഒരു ലേശം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ അതുപോലും പറ്റില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാർ ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം അതിന് കുറച്ച് ടൈം എടുക്കും, ബട്ട് ബി കൈൻഡ് ടു യുവർ സെൽഫ്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ബി കൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ എല്ലാ കാര്യം നമ്മൾ ചെയ്യുന്നത് അങ്ങ് ഭയങ്കര സക്സസ് ആയിട്ട് അല്ലെങ്കിൽ ഒക്കെ വരും എന്നൊന്നും ഇല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ കാര്യവും അങ്ങനെ അങ്ങ് സക്സസ് ആവാനിരുന്നാൽ പിന്നെ എന്തൊട്ട് ലൈഫ്? എല്ലായ്പ്പോഴും അങ്ങ് സന്തോഷമായി കഴിഞ്ഞാൽ എന്തൊട്ട് ലൈഫ്? അപ്പം ചില കാര്യങ്ങളൊക്കെ ഫ്ലോപ്പ് ആവുകയൊക്കെ ചെയ്യും. അപ്പം നമ്മൾ നമ്മളുടെ മനസ്സിനോട് പറയാ, ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ്, ടേക്ക് യുവർ ടൈം എന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അതർവൈസ് അതിൻ്റെ സങ്കടമാവും. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എൻറ്റിയർലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മനസ്സാണ് നമുക്കുള്ളത്. അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ ഇരിക്കും അത് ചിന്തിക്കുന്നതും. അതായത് നമ്മളിപ്പോൾ നെഗറ്റീവായിട്ട് പറഞ്ഞു കൊടുത്തോണ്ടിരുന്നാൽ ഏത് നേരവും നെഗറ്റീവ് മാത്രം ചിന്തിക്കാനേ നമ്മുടെ മൈൻഡിന് പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ പോസിറ്റീവായിട്ട് അതിനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോസിറ്റീവായിട്ടുള്ള മൈൻഡ് നിങ്ങൾക്ക് കിട്ടും. സോ ദ ഫസ്റ്റ് തിങ് ആൻഡ് ദ first and the topmost thing which you have to change is negative self-talk. ആ ഒരു സംഭവം നിങ്ങളുടെ എടുത്ത് കളയാൻ, അങ്ങോട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. സോ ദാറ്റ് ഇറ്റ് വിൽ ബി വെരി മച്ച് ഈസിയർ ഫോർ യു. ദ നെക്സ്റ്റ് തിങ് ഇസ് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ്. അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, എക്സ്പെക്ടേഷൻസിൻ്റെ കാര്യം. അവിടെ നിന്നാണ് നമ്മളുടെ സെൽഫ് ലവ്, എൻ്റെ കാര്യത്തിൽ എൻ്റെ സെൽഫ് ലവ് ജേർണി എന്ന് പറയുന്ന സാധനം എൻ്റെ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് അതിൽ നിന്നുണ്ടായ ഒരു തോട്ടിൽ നിന്നാണ് തുടങ്ങിയത്. സോ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ നമ്മൾ ഒരിക്കലും വെക്കരുത്. എക്സ്പെക്ടേഷനേ വെക്കരുത്. നമ്മൾ ഒരാളുടെ അടുത്ത് നിന്നൊന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, വേണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്നും ഈ ഒരു റിസൾട്ടാണ് ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ എൻ്റെ കേസ് ഞാൻ പറയാം. ഞാൻ എക്സാമിന് പഠിക്കുമ്പോഴേ ഞാൻ വിചാരിക്കും എനിക്ക് ഫുൾ A+ കിട്ടണം. പക്ഷെ ചിലപ്പോൾ കിട്ടണം എന്നൊന്നുമില്ല. ബട്ട് വി ഹാവ് ടു ട്രൈ. എന്താണ് മാക്സിമം. കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നമ്മൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യാണ്ടിട്ടൊന്നും അല്ലല്ലോ, ചെയ്തില്ലേ, ആ ഒരു സംഭവം. നമ്മൾ ഒരിക്കലും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് വെക്കരുത്. എല്ലാം ഓവർനൈറ്റ് സക്സസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തു വെക്കരുത്. പിന്നെ ആൾക്കാരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതായാലും അതൊന്നും പാടില്ല. ഓക്കെ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഡൗട്ട്. സെൽഫ് ഡൗട്ട് നമ്മൾക്ക് ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് സെൽഫ് ഡൗട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളായിരിക്കും, ഞാനായതുകൊണ്ടാണോ ഇതിങ്ങനെ ഉണ്ടായത്, എന്നെ ഇതിനൊന്നും കൊള്ളില്ല, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. സെൽഫ് ഡൗട്ട്, സെൽഫ് ക്രിറ്റിസിസം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരും. അതൊന്നും നമ്മൾ അങ്ങോട്ട് എടുക്കരുത്. ഞാൻ പറഞ്ഞ ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് സെൽഫ് ടോക്ക് ആൻഡ് ദിസ് തിങ്, അതൊരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതിനെയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് മാറ്റുക. നമ്മൾ നമ്മളെക്കുറിച്ച് വെറുതെ ഡൗട്ട് അടിക്കാൻ നിൽക്കേണ്ട. നമ്മളെ കൊണ്ട് പറ്റും. നമ്മളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിനെ പറ്റി നമ്മൾ നല്ല അവെയർ ആയിരിക്കുക. അനാവശ്യമായിട്ടുള്ള സെൽഫ് ഡൗട്ടിനൊന്നും നമ്മളുടെ മൈൻഡിൽ സ്പേസ് കൊടുക്കാണ്ടിരിക്കുക. സോ സെൽഫ് ഡൗട്ട് ഇസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ക്യാൻ അഫക്റ്റ് അസ്. ഇതിപ്പോൾ സെൽഫ് ഡൗട്ടിൻ്റെ കാര്യം, ഇപ്പോൾ സെൽഫ് ലവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടൊന്നും അല്ല, എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ഒരു ഡൗട്ട് ഉണ്ടാവും. സോ അത് നമ്മൾ മാറ്റുക. പിന്നെ എൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം, എനിക്കിപ്പോൾ ഞാനൊരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഐ എം ടേക്കിംഗ് ദിസ് വീഡിയോ. എനിക്ക് എല്ലാ കാര്യങ്ങളും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നടക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. വിച്ച് മീൻസ് പെർഫെക്ഷനിസം. അതായത്
എല്ലാം നല്ല പക്ക. എനിക്കിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിൽ ഭയങ്കര തുടക്കമൊക്കെ ഭയങ്കര എന്തോ പോലെയായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഈ സിനിമ എടുക്കുന്ന പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇടാനും പോകുന്നില്ല, ഒരു കാര്യവും നടക്കാനും പോണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കത്തില്ല എന്ന് എനിക്ക് മനസ്സിലായതോടെ ഞാൻ മാക്സിമം ഒഴിവാക്കുന്ന ഒരു സ്വഭാവമാണ് പെർഫെക്ഷനിസം. അതായത് നമ്മൾ എല്ലാ കാര്യം പെർഫെക്റ്റ് ആവാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കാൻ പോണില്ല. എല്ലാം എപ്പോഴാണ് പെർഫെക്റ്റ് ആവുക? അതിനൊക്കെ കുറെ ടൈം എടുക്കും. ഇനി അപ്പോഴും എന്തെങ്കിലുമൊക്കെ കൊളാവുന്ന കാര്യങ്ങളുണ്ടാവും. അതിനെക്കാട്ടി ഭേദം ആ ഒരു സ്വഭാവം അങ്ങ് മാറ്റി വെക്കുന്നതാണ്. പെർഫെക്ഷനിസം എന്ന് പറയുന്നത് ഈസ് വൺ തിങ് വിച്ച് ക്യാൻ അഫക്റ്റ് യു. ഫോർ മീ ഇറ്റ് വാസ് എന്താ നല്ലതായിട്ട് അഫക്റ്റ് ആവുന്ന ഒരു സാധനമാണ് ഇപ്പോഴും. ചില സമയത്ത് ചില പോസ്റ്റ് ഒക്കെ ഇട്ട് കഴിയുമ്പോണ്ടല്ലോ അതിന് ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ 5 ആളുടെ ഫോണിൽ നിന്ന് എടുത്ത് വെച്ച് നോക്കും ഞാൻ ഇട്ട സാധനത്തിന് ക്ലാരിറ്റി ഉണ്ടോ എന്ന്. അല്ലെങ്കിൽ എനിക്ക് അപ്പം ഡിലീറ്റ് ചെയ്യണം. ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇപ്പൊ ഒക്കെ കുറേയൊക്കെ ഭേദമായിട്ടോ. ഇപ്പൊ ഞാൻ പിന്നെയും കാര്യമാക്കില്ല. ഇത്ര കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്ത് ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് പിന്നെയും ഡിലീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ അതുകൊണ്ട് അതൊരു വിധത്തിൽ നിർത്തി വെച്ചിട്ടുണ്ട്. സോ ട്രൈ ടു അവോയ്ഡ് ദാറ്റ്. Then there are many external factors also which can affect us. അതായത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്താണെന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് തിങ് ഇസ് കമ്പാരിസൺ. കമ്പയർ ചെയ്യാതിരിക്കുക. ഞാൻ ചെയ്യുന്ന കാര്യം ഇപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് മൈ വേ ഓഫ് ടേക്കിംഗ്. ഈ വീഡിയോ വെച്ചിട്ട് ഞാൻ പോയി വേറെ ഒരാളുടെ വീഡിയോയുമായിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കുക. ഇത് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അവർക്കൊക്കെ നല്ലതായിട്ട് എടുക്കാൻ പറ്റി, അവർക്കൊക്കെ നല്ലതായിട്ട് ചെയ്യാൻ പറ്റി, എന്നെ കൊണ്ട് അത്രയൊന്നും പറ്റുന്നില്ല, അങ്ങനെ വിചാരിക്കരുത്. അത് അവരുടെ വേ ഓഫ് ടേക്കിംഗ്. ദിസ് ഇസ് മൈ വേ ഓഫ് ടേക്കിംഗ്. ആ ഒരു രീതിയിൽ ചിന്തിക്കുക. ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാണ്ടിരിക്കുക. അതായത് അത് അവരാണ്, ഇത് ഞാനാണ്. എവ്രി വൺ ഇസ് യൂണീക്ക്. സോ ഡോണ്ട് കമ്പയർ. അതായത് നിങ്ങൾ ചെയ്യുന്നത് പോലെ അവർക്കും ചെയ്യാൻ പറ്റത്തില്ല, അവർ ചെയ്യുന്ന പോലെ നിങ്ങളും ചെയ്യാൻ പറ്റില്ല. സോ ഡോണ്ട് ഗോ ആൻഡ് കമ്പയർ. അവർക്ക് അവരവരുടേതായ വഴികളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കമ്പയർ ചെയ്യാണ്ടിരിക്കുക മാക്സിമം. ബിക്കോസ് എവ്രി വൺ ഇസ് യുണീക്ക്. അതായത് അവർ ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാനോ ഞാൻ ചെയ്യണ പോലെ അവർ ചെയ്യാനോ ഇല്ല. നമ്മളൊരു മത്സരമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൊതുവെ കമ്പയർ ചെയ്യാണ്ടിരിക്കുക. ദിസ് ഈസ് ഓൾസോ വെരി ഡിഫിക്കൽട്ട്. അപ്പം ഞാൻ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം കുറച്ച് പാടാണ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ. ബട്ട് യു ക്യാൻ ഡു ഇറ്റ്. ഗീവ് യുവർ സെൽഫ് സം ടൈം. വെറുതെ കയറിയിട്ട് ഹാർഷാവാൻ നിൽക്കേണ്ട. ചെയ്യാൻ പറ്റാഞ്ഞിട്ട് സങ്കടപ്പെടാനും നിൽക്കേണ്ട. അതിനൊരു ടൈം കൊടുക്കുക. അത് അങ്ങനെ നടന്നോളും. ഓക്കെ. ഇനി നമ്മൾക്ക് പ്രശ്നമുണ്ടാവുന്ന അടുത്ത എക്സ്റ്റേണൽ ഫാക്ടർ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്, അല്ലേ? നമ്മളെല്ലാവരും എങ്ങും പോകണ്ട, ഇൻസ്റ്റാഗ്രാം എടുക്കും. നമ്മൾ ആൾക്കാരുടെ സ്റ്റോറീസ് ഒക്കെ കാണാറില്ലേ ഇൻസ്റ്റയിൽ? അപ്പോൾ ഇപ്പോൾ ഗേൾസ് ആണെങ്കിൽ തന്നെ വേറെ ഒരു കുട്ടി അടിപൊളിയായിട്ട് ഒരുങ്ങിയൊക്കെ നിൽക്കുമ്പോൾ ആ സ്കിൻ കളർ ഇല്ല, അല്ലെങ്കിൽ ആ ബോഡി ഷേപ്പ് ഇല്ല. ഞാൻ ഉൾപ്പെടെ എല്ലാ പെൺകുട്ടികളും വിചാരിക്കാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ കഴിവ് കാണുമ്പോൾ അതേപോലെ എനിക്ക് കഴിവില്ല, അല്ലെങ്കിൽ അവരുടെ അച്ചീവ്മെന്റ്സ് കാണുമ്പോൾ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾക്ക് വീണ്ടും വരുന്നൊരു കാര്യമുണ്ട്. നമ്മൾ സെൽഫ് ഡൗട്ട്, നെഗറ്റീവ് സെൽഫ് ടോക്ക് ഇതെല്ലാം കയറി വരും. നമ്മളെ എൻ്റയർലി നമുക്ക് സ്വയം ഇഷ്ടപ്പെടാൻ ഒരു ചാൻസും ഇല്ല. നമ്മളങ്ങനെ നമുക്ക് അവരെ പോലെ ആവാൻ പറ്റുന്നില്ലെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് എങ്ങനെയാണ് സ്വയം ഇഷ്ടപ്പെടുക? നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവരെയാണ്, ആ സ്റ്റോറി കാണുന്ന ആൾക്കാർ, ആ ഒരു മോഡ്. നമ്മൾ വേറെ ആൾക്കാരെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നത്, അതേപോലെ ആവാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എല്ലാവരും എല്ലാവരുടെയും ഹാപ്പി മൊമെന്റ്സ് ഒന്നും ലൈക്ക് സാഡ് മൊമെന്റ്സ് ഒന്നും ഷെയർ ചെയ്യണം എന്നില്ല. ഇതൊക്കെ നമ്മൾ ഒരു ലൈക്ക് പുറമേ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കുറേ അങ്ങോട്ട് ഡീപ്പായിട്ടൊന്നും കാണുന്നില്ല. ഐ തിങ്ക് സോ. അപ്പോൾ വെറുതെ ഒരാളുടെ ലൈഫ് കണ്ടിട്ട് നമുക്ക് അങ്ങനെ കിട്ടിയില്ല ഇങ്ങനെ കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ചെയ്യാൻ പറ്റില്ല വിചാരിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ടാലൻസ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറേ യുണീക്കായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ട്രൈ ടു വർക്ക് ഓൺ ദാറ്റ്. അല്ലാതെ ബാക്കിയുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് സങ്കടപ്പെടാണ്ട് നമ്മളുടെ കാര്യങ്ങൾ നോക്കാൻ നടക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ
ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ദ തിങ്സ് വിച്ച് ക്യാൻ അഫക്റ്റ്, അതായത് നമ്മളുടെ ഒരു സെൽഫ് ലവ് ജേർണീനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളെന്നല്ല, അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ്, വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടാവും. ബട്ട് എൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് എന്നെ കുറച്ച് ബുദ്ധിമുട്ടിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇവരൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ടൈം എടുത്ത് അവരെയൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ജേർണി കുറച്ച് ഈസിയർ ആക്കാൻ പറ്റും. പിന്നെ ഏതോ ഒരു അറ്റ് സം പോയിന്റ് ഓഫ് മൈ ലൈഫ് ഞാൻ ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സങ്കടം വരുന്ന ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് സങ്കടം വരുന്ന സംഭവങ്ങൾ എന്നല്ല, ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ചില സമയങ്ങളിൽ വാട്ട് ഐ യൂസ് ടു ഡൂസ്, ഞാനൊരു പേപ്പറും പേനയും എടുക്കും. എൻ്റെ ഡിസിഷൻസ് ഇപ്പോൾ 2 ഡിസിഷൻസ് ഏത് ചൂസ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവാത്ത സർക്കംസ്റ്റൻസ് ആണെങ്കിൽ ഞാനത് രണ്ടും എഴുതി വെച്ചിട്ട് ഇത് ചെയ്യുമ്പോഴുള്ള ഗുണം, അത് ചെയ്യുമ്പോഴുള്ള ഗുണം, ഇത് ചെയ്താൽ എന്തുണ്ടാവും, അത് ചെയ്താൽ എന്തുണ്ടാവും, ഇങ്ങനെയൊക്കെ ഒന്ന് എഴുതി വെച്ച് ഞാൻ അതൊന്ന് അനലൈസ് ചെയ്യും. സോ ഇവിടെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒന്നിരുന്ന് നമ്മളുടെ സ്ട്രെങ്തും നമ്മളുടെ വീക്ക്നെസ്സും ഒക്കെ ഒന്ന് എഴുതി വെക്കുക, എന്നിട്ടൊന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഏതൊരു രീതിയിലൂടെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോയിന്റുകളിൽ ഏതൊക്കെയാണ് നിങ്ങളെ അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ എന്നെ അഫക്റ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ഞാൻ ഇതേപോലെ കണ്ടുപിടിച്ചതാണ്. ഈ പ്രശ്നങ്ങളൊക്കെ, ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട്, ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചതാണ്. അതേപോലെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത് മെയിനായിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് ഒന്നും കാണില്ല, വേറെ കുറേ കാര്യങ്ങളായിരിക്കും. സോ അത് ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ ഏരിയാസ് ഓഫ് യുവർ ലൈഫ് ആണെന്ന് മനസ്സിലാക്കുക, അതിൽ നിങ്ങൾ വർക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ യു വിൽ സ്റ്റാർട്ട് എംബ്രേസിങ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അതേപോലെ നിങ്ങൾ എങ്ങനെയാണോ അതേപോലെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ thereby you can slowly start your സെൽഫ് ലവ് ജേർണി. നിങ്ങൾ യുണീക്കാന്നുള്ള കാര്യം എപ്പോഴും മൈൻഡിൽ വെക്കുക. മറ്റൊരാളെ പോലെ ആവാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ എങ്ങനെയാണോ അത് അക്സെപ്റ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ടാലൻസ് എന്താണോ, നിങ്ങൾക്ക് കുറേ കഴിവുകൾ ഉണ്ടാവും. നമ്മൾ ഈ മറ്റുള്ളവരുടെ പുറകെ പോകുന്നതിനനുസരിച്ച് കാണാണ്ട് പോകുന്ന കുറേ കാര്യങ്ങൾ നമുക്കുണ്ടാവും. ആ കുറേ ടാലൻസുകൾ നർച്ചർ ചെയ്യാൻ പഠിക്കുക, അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ പഠിക്കുക. ട്രൈ പ്രയോറിറ്റൈസിങ് യുവർ തിങ്സ്. അതായത് എല്ലാവരുടെയും പിന്നാലെ ഓടുന്ന ടൈമിൽ നമ്മൾ മറന്നുപോയല്ലോ നമ്മളെ നോക്കാൻ. അത് ഒന്ന് ഓർക്കുക. ട്രൈ പ്രയോറിറ്റൈസിങ് യുവർ ലൈഫ്. എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അത് ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നോക്കുക. ദെൻ പിന്നെ നമ്മളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും, ഞാൻ വീണ്ടും പറയുന്നൊരു കാര്യം, നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മളുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മളെ ട്രീറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ മനസ്സിലാക്കുക. ആൻഡ് എവറി ടൈം യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് യു ആർ യുണീക്ക്, യു ആർ ഓസം. ബി കൈൻഡ് യുവർ സെൽഫ്. നമ്മൾ എല്ലാം ഭയങ്കര ഒരു നമ്മളോട് തന്നെ നമ്മൾ ഹേർട്ടാക്കുന്ന രീതിയിൽ ചെയ്യരുത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ വേറെ ഒരാളോട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പോയി സോറി പറയും, അല്ലേ? അതേപോലെ നമ്മളോട് ചെയ്യുമ്പോൾ വൈ കാൻറ്റ് വി സേ സോറി ടു അവർ സെൽഫ്? അങ്ങനെ നമുക്ക് പറ്റും. ദാറ്റ് ഈസ് വെയർ ദ സെൽഫ് ലവ് ബിഗിൻസ്. മനസ്സിലായില്ലേ? സോ ഐ ഹോപ്പ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ഒന്ന് ഒരു ചെറിയ മോട്ടിവേഷനെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചെങ്കിലും എവിടെയെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമാണ്, ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഐ വിൽ ബി ഡൂയിങ് മോർ വീഡിയോസ് ലൈക്ക് ദിസ്. See you. Bye.